ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റാഗി കൊണ്ട് ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ. അത് നമ്മൾ ഓവനിൽ വെച്ച് അത് ഉണ്ടാക്കിയെടുക്കാം. എപ്പോഴും എല്ലാവരും മൈദ വെച്ച് ഉണ്ടാക്കും. ഞാൻ ഈ പ്രാവശ്യം റാഗി കൊണ്ടാണത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യം തന്നെ 1 കപ്പ് റാഗി എടുത്തിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് നല്ലോണം അത് റോസ്റ്റ് ചെയ്തെടുക്കണം. അത് കളർ കുറച്ച് മാറി വരും. അതുവരെ നമ്മൾ സിമ്മിലിട്ടാട്ടോ ഞാൻ വറുത്തെടുക്കുന്നത്. ഒരിക്കലും നമ്മളത് തീ കൂട്ടി വയ്ക്കാൻ പാടില്ല. പിന്നെ ഒരു അരിപ്പ എടുത്തിട്ട് ഞാൻ അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൗഡറും ഒരു 1/3 കപ്പ് കൊക്കോ പൗഡറും പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇതും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതും കൂടെ ഇട്ട് നല്ലവണ്ണം അരിച്ചെടുക്കണം കേട്ടോ. ഇത് 2 പ്രാവശ്യം നമ്മളിത് നല്ലവണ്ണം അരിച്ചെടുക്കണം. ഗോതമ്പ് പൗഡറും കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും കൂടെ നന്നായിട്ട് മിക്സായിട്ട് വരണം. നന്നായിട്ട് അത് ഫിൽറ്റർ ചെയ്തെടുക്കുക, അരിച്ചെടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനും ഈ റാഗി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റാഗി പൗഡർ ഇല്ല, അതും കൂടെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുവാണ്. ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ് ഞാൻ. റാഗി പൗഡറും ഗോതമ്പ് പൗഡറും കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡർ എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതൊന്നും ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു നോക്കും. വലിയവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. എപ്പോഴും മൈദ കഴിക്കുന്നവർക്ക് ഇഷ്ടപ്പെടാത്തവർക്ക് ഇതൊരു വെറൈറ്റി ആയിട്ട് ഒരു റാഗി കൊണ്ട് ഒരു ബിസ്ക്കറ്റ് നന്നായിട്ട് ഞാൻ ഇളക്കിയെടുക്കുക കേട്ടോ. എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ്. ഇത് ശർക്കരയുടെ പൗഡർ ആട്ടോ. നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും കടയിൽ. അതൊരു 1/2 കപ്പ് ഞാനത് ഇതിനോടുകൂടി മിക്സ് ചെയ്യുവാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അത് പൊടിച്ച ശർക്കര ആയതുകൊണ്ട് പിന്നെ നമ്മൾ അതിനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതങ്ങനെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുത്താൽ മതി. നന്നായി ഇളക്കിയെടുക്കണം കേട്ടോ. എല്ലാം ചേർത്ത് നന്നായി മിക്സായിട്ട് വരാനായിട്ട് ഞാൻ ഇത്രയും ഇളക്കിയത്. പിന്നെ ഒരു ശകലം വാനില എസൻസ്, ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസ്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാട്ടോ ഞാനതിട്ടത്. പിന്നെ ഒരു 3/4 കപ്പ് നെയ്യ് എടുത്ത് ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശെ ആയിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. കൂടുതൽ ചപ്പാത്തിക്ക് നമ്മൾ ഹാർഡായിട്ട് കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കരുത്, സോഫ്റ്റായിട്ട് വേണം കുഴയ്ക്കാൻ. പൗഡറെല്ലാം നന്നായിട്ട് നനഞ്ഞ് വരണം കേട്ടോ. അത് അത്രയും ആയിട്ട് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കണേ. പിന്നെ നമ്മുടെ ഇത് നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞിട്ടോ എല്ലാം ചേർത്ത് നന്നായി മിക്സായി. പിന്നെ ഒരു ശകലം എടുത്തിട്ട് നന്നായിട്ട് വലുതായിട്ട് ഞാൻ പ്രസ് ചെയ്യുന്നില്ല, സാധാരണ പോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ഉരുട്ടിയെടുക്കുകയാണ്. അത് നമ്മൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. ഞാനൊരു റൗണ്ട് ഷേപ്പിൽ, സാധാരണ നമ്മളെപ്പോഴും ബിസ്ക്കറ്റ് ഉണ്ടാക്കില്ല അതേപോലെ തന്നെ ഒരു റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നെ ഇതിനു മുമ്പ് ഞാൻ ഓവൻ പ്രീ ഹീറ്റിട്ടിട്ടുണ്ട് ഒരു 10 നിമിഷം. അത് 10 നിമിഷം കഴിഞ്ഞ ശേഷം നമ്മൾക്കിത് ഓവനിലോട്ട് മാറ്റാം. ഇത് ഞാൻ കുക്കറിൽ വെക്കാനായിട്ടാണ് ആദ്യം ഉരുട്ടി വെക്കുന്നത്. ഞാൻ കുക്കറിലും കാണിക്കുന്നുണ്ട്, ഓവനിലും കാണിക്കുന്നുണ്ട് കേട്ടോ. 2 കുക്കറും 10 നിമിഷം
ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഓവനും പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് വെറും നെയ്യ് മാത്രമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, വേറെ ഈ ഒരു എണ്ണയും ഞാൻ ചേർത്തിട്ടില്ല. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമ്മൾ ആ ബിസ്ക്കറ്റ് വെക്കുകയാണ്. ഒരു 20 നിമിഷം മതി കേട്ടോ. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാനത് ഷേപ്പാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ഓവനിലേക്ക് മാറ്റാം. ഞാനത് ഒരു ചുമ്മാ ഡിസൈനിന് വേണ്ടിയിട്ട് ഒരു ഫോർക്ക് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊരു ഡിസൈൻ കാണിക്കുക കേട്ടോ. തീരെ പ്രസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കാണിക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് ഡിസൈൻ ആവശ്യമുണ്ടെങ്കിൽ ആ ഡിസൈൻ നമുക്ക് ഉണ്ടാക്കാം. പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് 20 നിമിഷത്തിലേക്ക് സെറ്റപ്പ് ചെയ്തിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ് 20 നിമിഷം കൊണ്ട്. കുക്കറിലുണ്ടാക്കിയതുകൊണ്ട് ഇത് ഓവനിലുണ്ടാക്കിയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റാഗി ബിസ്ക്കറ്റ് റെഡി. നന്നായിട്ടുണ്ട്. നല്ല ചൂടൊക്കെ ആറി അത് ഞാൻ ഉടച്ച് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അതിന്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക. എല്ലാവരും എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. Thank you viewers.